ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് നോക്കാം. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ചൈന. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ചൈന. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. കേരള കലാമണ്ഡലത്തിലെ 90 വർഷത്തെ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് കഥകളി പഠിക്കാനെത്തിയ ആദ്യ വിദ്യാർത്ഥി സാബ്രി. കേരള കലാമണ്ഡലത്തിലെ 90 വർഷത്തെ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് കഥകളി പഠിക്കാനെത്തിയ ആദ്യ വിദ്യാർത്ഥി സാബ്രി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് PV ആശ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് PV ആശ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോനിയുടെ ആത്മകഥയാണ് ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ആത്മകഥയാണ് ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ തന്തൈ പെരിയോർ പേരിൽ സ്മാരകം നിലവിൽ വരുന്നത് അരുക്കുറ്റി, ആലപ്പുഴ. പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ തന്തൈ പെരിയോർ പേരിൽ സ്മാരകം നിലവിൽ വരുന്നത് അരുക്കുറ്റി, ആലപ്പുഴ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത തമിഴ് ദ്രാവിഡ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത തമിഴ് ദ്രാവിഡ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ് പുതിയ റംസാർ സൈറ്റുകൾ. ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ് പുതിയ റംസാർ സൈറ്റുകൾ. ഈ കൂട്ടിച്ചേർക്കലുകളോടെ ഇന്ത്യയിൽ ഇപ്പോൾ 93 റംസാർ സൈറ്റുകളുണ്ട്. 64ാമത് കേരള സ്കൂൾ കലോത്സവം തൃശൂർ. 64ാമത് കേരള സ്കൂൾ കലോത്സവം തൃശൂർ. മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം ലഭ്യമാകുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സംരംഭകത്വ പദ്ധതിയാണ് ന്യൂ ഇന്നിംഗ്സ്. മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനൊപ്പം അവരുടെ തൊഴിൽ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 50 വയസ്സിന് മുകളിലുള്ള സംരംഭകരാകാൻ താല്പര്യമുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓർമ്മയ്ക്കായി ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് ഇന്ദിരാഭവൻ, ന്യൂഡൽഹി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓർമ്മയ്ക്കായി ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് ഇന്ദിരാഭവൻ, ന്യൂഡൽഹി. പൂർണ്ണമായും സംസ്കൃത ഭാഷയിൽ നിർമ്മിക്കുന്ന ആദ്യ സയൻസ് ഫിക്ഷൻ സിനിമ ദി. സംവിധാനം രവിശങ്കർ വെങ്കിടേശ്വരൻ. പൂർണ്ണമായും സംസ്കൃത ഭാഷയിൽ നിർമ്മിക്കുന്ന ആദ്യ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ദി. സംവിധാനം രവിശങ്കർ വെങ്കിടേശ്വരൻ. ഇന്ത്യയിലെ ആദ്യ സംസ്കൃത ആനിമേഷൻ സിനിമ പുണ്യകോടി. ഇന്ത്യയിലെ ആദ്യ സംസ്കൃത ആനിമേഷൻ സിനിമയാണ് പുണ്യകോടി. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ DDAD പദ്ധതി. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ DDAD പദ്ധതി. ഇന്ത്യയിൽ നിന്നും യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾട്ട് ഡെസേർട്ട്. ഹിമാചൽ പ്രദേശിന്റെയാണ്. ഇന്ത്യയിൽ നിന്നും യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് കോൾട്ട് ഡെസേർട്ട്. അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യമായി ഖത്തർ. അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യമായി ഖത്തർ. ഏഷ്യ കപ്പ് കിരീടം 9ാം തവണയും ഇന്ത്യക്ക്. 41 വർഷം പഴക്കമുള്ള ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ.
ഇന്ത്യക്ക് കരുത്തായി തിലക് വർമ്മയാണ് പ്ലെയർ ഓഫ് മാച്ച്. ടൂർണമെന്റിൽ 17 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഏഷ്യ കപ്പ് കിരീടം 9ാം തവണയും ഇന്ത്യക്ക്. 41 വർഷം പഴക്കമുള്ള ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുന്നത്. ഇന്ത്യക്ക് കരുത്തായി തിലക് വർമ്മയാണ് പ്ലെയർ ഓഫ് മാച്ച്. ടൂർണമെന്റിൽ 17 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. 2025 ലോക ഹൃദയ ദിനത്തിന്റെ തീമാണ് ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത്. ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത്. ഡോണ്ട് മിസ് എ ബീറ്റ്. ഡോണ്ട് മിസ് എ ബീറ്റ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.